ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു 10th ലെവൽ ബേസ്ഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ സി ആണ്, പക്ഷേ ആൻസർ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന എ ആണ്. അതായത് ആദ്യം ചാന്നാർ കലാപം, അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, കുട്ടംകുളം സമരം, പാലിയം സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യന് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1857 കലാപവും നേതാക്കളുമാണ് ചേരുംപടി ചേർക്കാൻ. ഒന്ന് എന്ന് പറയുന്നത് ബറേലി ഖാൻ ബഹദൂർ, ബറൌട്ട് പർഗാന ഷാമൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. ബറൗലി ഖാൻ ബഹദൂർ, ബറൌട്ട് പർഗാന ഷാമൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ബെൽഗാം സമ്മേളനം 1924 അപ്പം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം 1924. 1885 നടന്നത് ബോംബെയിലാണ്. അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉമേഷ് ചന്ദ്ര ബാനർജി ആണ്. 1886 കൊൽക്കത്തയിൽ ദാദാഭായ് നവറോജിയാണ് പ്രസിഡന്റ് ആയത്. 1888 അലഹബാദ് ജോർജ് യൂളാണ്. അപ്പം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം 1924. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്നത്. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധിയാണ് പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടി 1783. കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം 1776 ജൂലൈ 4. അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അപ്പോൾ അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധിയാണ് പാരീസ് ഉടമ്പടി. കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4. അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഈ ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. റഷ്യൻ വിപ്ലവം നടന്നത് 1917. റഷ്യൻ വിപ്ലവം 1917, ഫ്രഞ്ച് വിപ്ലവം 1789. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ 1ഉം 4ഉമാണ്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ: സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിലും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്ന ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ.
ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഒരു പ്രദേശത്തെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നു. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് മാനസ് സുബൻസിരിയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് മാനസ് സുബൻസിരിയാണ്. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ചെമയുങ് ഹിമാനിയിൽ നിന്നാണ്. അപ്പോൾ ചെമയുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2,900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത് 916 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ കാമങ്, ധൻസിരി, ടീസ്റ്റ, ലോഹിത്, ദിബാങ്, മാനസ്, സുബൻസിരി, ബറേലി ഇവയൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. അപ്പോൾ ഉത്ഭവം ചെമയുന്തുങ് ഹിമാനിയിൽ നിന്നാണ്. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2,900 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 916 കിലോമീറ്റർ ആണ്. പ്രധാന പോഷക നദികൾ മാനസ്, സുബൻസിരി, കാമങ്, ധൻസിരി, ടീസ്റ്റ, ലോഹിത്, ബറേലി എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യന് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലാണ് കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്നത്. കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവം എന്ന് വെച്ചാൽ തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് ഉത്ഭവം. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ്. കൊടങ്ങരപ്പള്ളം പുഴ പതിക്കുന്നത് ഭവാനിപ്പുഴയിലാണ്. ഉത്ഭവം നീലഗിരി കുന്നുകളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനും ഇവിടെ ആൻസർ ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ക്യുമുലസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി തൂവൽ കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ക്യുമുലസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി തൂവൽ കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. കോളിഫ്ലവർ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. അപ്പോൾ ക്യുമുലസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി തൂവൽ കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. കോളിഫ്ലവർ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം എന്ന് പറയുന്നത് ഭൂവൻ ഹസാരിക സേതുവാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭൂവൻ ഹസാരിക സേതുവാണ്. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമാണ് ഡോളസാരിയ പാലം അല്ലെങ്കിൽ ഭൂവൻ ഹസാരിക പാലം എന്ന് പറയുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഭൂവൻ ഹസാരിക പാലം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭൂവൻ ഹസാരിക സേതുവാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന ആസാമിന് അരുണാചൽ പ്രദേശിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഭൂവൻ ഹസാരിക പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള രണ്ടാമത്തെ വലിയ പാലം എന്ന് പറയുന്നത് ദിബാങ് നദീപാലമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ദിബാങ് ആണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭൂവൻ ഹസാരിക സേതു ആണ്. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. രശ്മി, മാല, ശ്രീലങ്ക. രശ്മി, മാല, ശ്രീലങ്കയാണ്. ചുഴലിക്കാറ്റുകൾക്ക് ഇന്ത്യ പേര് നൽകിയത് അഗ്നി, ആകാശ്, ബിജ്ലി, ജൽ, ലഹർ, മേഘ്, വായു, ഗതി ഇവയൊക്കെ പേര് നൽകിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അഗ്നി, ആകാശ്, ജൽ, ബിജ്ലി, ലഹർ, മേഘ്, വായു, ഗതി ഇവയ്ക്ക് പേര് നൽകിയ രാജ്യം ഇന്ത്യ. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ
ഒന്നും രണ്ടുമാണ്. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവുമാണ്. നബാർഡ് സ്ഥാപിതമായ വർഷം 1982 നബാർഡ് സ്ഥാപിതമായത്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്ന് പറയുന്നത് ബി ശിവരാമൻ കമ്മീഷനാണ്. പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നത് എ രാമകൃഷ്ണ അയ്യർ ആണ്. അടുത്ത ക്വസ്റ്റ്യന് ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് എന്നു വെച്ചാൽ കർഷകരുടെ കുടിയേറ്റമാണ് ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷത ഉൾപ്പെടാത്തത്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം, ഇവയൊക്കെ ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷത. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ, കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്. ഇതിൽ ജാർഖണ്ഡ്. പക്ഷേ ഇപ്പോൾ അതായത് മിനിസ്ട്രി ഓഫ് കോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ 2024 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഒഡീഷയാണ്. അപ്പോൾ 2ാം സ്ഥാനമാണ് ഇപ്പോൾ ജാർഖണ്ഡിനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം മിനിസ്ട്രി ഓഫ് കോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. 2ാം സ്ഥാനം ജാർഖണ്ഡ് ആണ്. കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ധൻബാദ് ആണ്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ധൻബാദ്. അതെവിടാണ്? ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം ധൻബാദ്, ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. ധൻബാദ് ജാർഖണ്ഡാണ്. 2ാമത് റാണിഗഞ്ച് ആണ്. കൽക്കരി ഉൽപ്പാദനത്തിൽ ലോകത്ത് 1ഉം 2 സ്ഥാനം എന്ന് പറയുന്നത് 1ാം സ്ഥാനം ചൈനയ്ക്കും 2ാം സ്ഥാനം ഇന്ത്യക്കുമാണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരിയാണ്. ധനകാര്യ വകുപ്പ് സഹമന്ത്രി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് നിഫ്റ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1992 ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഈ സ്ഥാപനം 1993 ഏപ്രിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായി അംഗീകരിക്കപ്പെട്ടു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഓഹരി സൂചിക എന്ന് പറയുന്നത് നിഫ്റ്റിയാണ്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഓഹരി സൂചിക നിഫ്റ്റിയാണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം എന്ന് പറയുന്നത് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശമാണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശമാണ്. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമുണ്ട്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അപ്പോൾ നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമുണ്ട്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. രാജ്യസഭയ്ക്കും ലോക്സഭയും പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളുടെ നിയമനിർമ്മാണം നടത്തുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഗവർണർ നിയമനിർമ്മാണ സഭയും ചേരുന്നതാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയെന്നും 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയെന്നും പറയുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന.
അപ്പം ഇവിടെ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്തെ ഉൾപ്പെടുത്തിയതാണ്? ആൻസർ എന്ന് പറയുന്നത് ബ്രിട്ടൻ ആണ്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് വെച്ചാൽ 1, 3 ആണ്. അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. താഴെ പറയുന്ന 2 പ്രസ്താവനകളെ പരിഗണിക്കുക. 1 തെറ്റും 2 ശരിയുമാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂവുടമസ്ഥയെ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുന്നു. കാലക്രമത്തിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം വരുന്നത് IRDP ആണ്. IRDP, അത് കഴിഞ്ഞ് JRY, അത് കഴിഞ്ഞ് MGRGS, ഏറ്റവും അവസാനം IRDP ആണ്. അത് SGRY എന്ന് വെച്ചാൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയാണ്. അത് വന്ന് 2001 സെപ്റ്റംബർ 25-നാണ്. JRY, അത് ജവഹർ റോസ്ഗാർ യോജന വന്നത് 1989 ഏപ്രിൽ 1-നാണ്. അതേകൂട്ട് തന്നെ MGNRGP വന്നത് 2006 ഫെബ്രുവരി 2-ലാണ്. ഫെബ്രുവരി 2-ലാണ് വരുന്നത്. IRDP വന്നത് 1978-ലാണ്. 2008 കേരള നെൽവയ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന 3ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണ്. നെൽവയൽ എന്നത് ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കപ്പെടുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ കേരള നെൽവയ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008-ആണ്. കേരള നെൽവയ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008-ആണ്. 2008 കേരള നെൽവയ തണ്ണീർത്തട സംരക്ഷണ നിയമം 2018 29-ാം ആക്ട് പ്രകാരം ഭേദഗതി ചെയ്തു. ഭരണഘടന അനുച്ഛേദം അനുബന്ധ കമ്മീഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അനുച്ഛേദം 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അനുച്ഛേദം 243I എന്ന് പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായി നടപ്പിലാക്കിയ പദ്ധതികളാണ് അഭയകിരണം, മാംഗല്യ ആശ്വാസനിധി, സഹായ ഹസ്തം.